ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഒരു ബന്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അട്രാക്ഷൻ സംഭവിക്കുന്നത് പുരുഷന്മാർക്കാണ്. അതുപോലെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നതും പലപ്പോഴും പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് അട്രാക്ഷൻ സംഭവിക്കാനും അതുപോലെ റിലേഷൻഷിപ്പിന് വേണ്ടി അവരങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുന്നതുമൊക്കെ ചാൻസ് വളരെ കുറഞ്ഞ കാര്യങ്ങളാണ്. ഒരു 10% മാത്രമേ അത്തരം ചാൻസുകളൊക്കെ ഉണ്ടാകാറുള്ളൂ. അതുപോലെ ഒരു റിലേഷൻഷിപ്പിന് ബ്രേക്കപ്പ് ആവശ്യപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. പുരുഷന്മാരെ ബ്രേക്കപ്പ് ആവശ്യപ്പെടുമെങ്കിലും അതും ഒരു 10% ചാൻസ് മാത്രമാണ് അങ്ങനെ അവരങ്ങോട്ട് ബ്രേക്കപ്പ് ആവശ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറ്. എന്നാൽ ഏകദേശം 40% വരുന്ന പുരുഷന്മാർ ഈ ബ്രേക്കപ്പിന് ശേഷം ഇട്ടിട്ട് പോയ സ്ത്രീയുടെ പുറകിനെ ചേസ് ചെയ്ത് പോവുകയും അവരെ പിന്നെയും റിലേഷൻഷിപ്പിന് വേണ്ടി നിർബന്ധിക്കുകയും അതുപോലെ അവരോട് ബെഗ് ചെയ്യുകയും ഇമോഷണലി അവരോട് വളരെ വീക്കായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യാറ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഒരു സിമ്പ് മെൻറ്റാലിറ്റിയിലായിരിക്കും ഇവരവരോട് പെരുമാറുക. നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് തന്നെ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ട് ഇവരെങ്ങനെ ഈ പെണ്ണുങ്ങളുടെ പുറകിന് പോകുന്നു? ഈ ബ്രേക്കപ്പ് ആയി പോയ പാർട്ട്ണറുടെ പുറകിന് എന്തിനാണ് പിന്നെയും ഇവർ സിമ്പ് കളിച്ച് ചെല്ലുന്നത്? ഇത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം നിങ്ങളുടെ കമ്പനിയിലെ ബോസ് നിങ്ങളെ വിളിപ്പിച്ച ശേഷം നിങ്ങളോട് പറയുകയാണ്, ഞാൻ പറയുന്ന ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ടാർഗറ്റ് തികയ്ക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. സ്വാഭാവികമായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഷോക്കുണ്ട്, ഒരു പേടി, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. ഇതേ സെയിം പേടി തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലും വരുന്നത്. അവിടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സിറ്റുവേഷൻ അത് ചിലപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. നാളെ നിങ്ങൾക്കും വരാം, ചിലപ്പോൾ എനിക്കും വരാം. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും നാളെ ആരെങ്കിലുമൊക്കെ പുറകിന് ചേസ് ചെയ്തു പോകേണ്ട സിറ്റുവേഷൻ വരും. ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും നമുക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും തരുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ തീരെ വിലയില്ലാത്തവനായിട്ട് മാറും. ആരംഭത്തിലെ ഈ ഒരു പേടി ഇല്ലാതാക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്കതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. റിലേഷൻഷിപ്പിൽ ഇരിക്കെ തന്നെ നിങ്ങൾ എടുക്കേണ്ട ചില ആക്ഷൻസ് അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പേടി ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകാനുള്ള ഒരു ചാൻസ് താരതമ്യേന കുറയും. നിങ്ങളൊരു ബന്ധത്തിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സമയം, സ്പേസ്, അതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇതെല്ലാം തന്നെ മാക്സിമം നിങ്ങൾ ലിമിറ്റഡ് ആക്കുക. ചിലർ റിലേഷൻഷിപ്പിൽ ആവശ്യമില്ലാതെ ടൈമും സ്പെൻഡും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ വാരിക്കൂരി സ്പെൻഡ് ചെയ്യും. ഇവരിങ്ങനെ ചെയ്യുന്നത് ആ റിലേഷൻഷിപ്പ് കുറെ കൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ പാർട്ട്ണർ എങ്ങനെയുള്ള ഒരാളാണെന്ന് അപ്പോഴും ഒരുപക്ഷെ നമുക്ക് അറിവുണ്ടാകില്ല. അതുമാത്രമല്ല, നമ്മുടെ ഒരു ലൈഫിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയം കൂടി ഒരുപക്ഷെ നമ്മൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കളയും. അതുകൊണ്ട് ഒരിക്കലും ഒരു ലിമിറ്റ് കൂടുതൽ നിങ്ങൾ ടൈമോ സ്പേസോ അതുപോലെ നിങ്ങളുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഒന്നും തന്നെ റിലേഷൻഷിപ്പിൽ കൊടുക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ മാക്സിമം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെന്നുള്ളതും കൂടി വിലയിരുത്തണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞ ആ പേടി ഒരുപക്ഷെ ഒരു പരിധി വരെ ഉണ്ടാകാതിരിക്കാനും അതുപോലെ അവരെ ചേസ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു മോട്ടീവ് ഉണ്ടാകാതിരിക്കാനും ഇത് സഹായിക്കും. ഇട്ടിട്ട് പോകുന്ന പെണ്ണിൻ്റെ പുറകിന് എന്തിനൊരാണ് ചേസ് ചെയ്യുന്നു, അതിൻ്റെ കാരണമെന്ത്, അതെങ്ങനെ പരിഹരിക്കാം, ഇതിനെയൊക്കെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.